വെൽക്കം ടു മൈ ചാനൽ. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഈ വീഡിയോയിൽ കൂടി പരിചയപ്പെടുത്തുന്നത് ചങ്ങനാശ്ശേരി മുനിസിപ്പൽ പാർക്കിനാണ്. ചങ്ങനാശ്ശേരി SP കോളേജിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഉള്ള മനോഹരമായിട്ടുള്ള ഒരു പാർക്കാണ്. ഇതാണ് പാർക്കിൻ്റെ പ്രവേശന കവാടം. ഇവിടെ ഒരു ചെറിയ എൻട്രി ഫീ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദിനംപ്രതി ധാരാളം ആൾക്കാർ ഈ പാർക്ക് സന്ദർശിക്കുന്നു. വൈകുന്നേരങ്ങളിൽ കുട്ടികളുമായിട്ടുള്ള കുടുംബങ്ങൾ ധാരാളം ഇവിടെ എത്താറുണ്ട്. ഇതിൻ്റെ സമീപത്ത് തന്നെ റെസ്റ്റോറൻറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ചങ്ങനാശ്ശേരി ടൗണിൽ നിന്ന് കഷ്ടിച്ച് 1/2 കിലോമീറ്റർ ദൂരെയാണ് ഈ പാർക്ക് ഉള്ളത്. ഇതിൻ്റെ അടുത്ത് തന്നെ പൂവക്കാട്ടുചിറ എന്ന ഒരു കുളവുമുണ്ട്. ഏകദേശം 16 ഏക്കർ വിസ്താരത്തിൽ കിടക്കുന്ന ഒരു കുളമാണിത്. പാർക്കിൽ നിന്ന് ഈ കുളം ചുറ്റിക്കറങ്ങി കാണുന്നതിനും ഒക്കെ ഉള്ള ബോട്ട് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ധാരാളം ആൾക്കാർ ഇവിടെ ദിനംപ്രതി എത്തുന്നു. ഇതാണ് പൂവക്കാട്ടുചിറ കുളം. ഇതിൻ്റെ സൈഡുകളൊക്കെ കരിങ്കല്ല് കെട്ടി സംരക്ഷണ ഭിത്തികൾ നിർമ്മിച്ചിട്ടുണ്ട്. കുളിക്കാനായിട്ടുള്ള കുളിക്കടവുകളും ഒക്കെ ഇവിടെ ഉണ്ട്. വളരെ ആഴമുള്ള ഇതാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം ഈ കുളത്തിൽ ഇറങ്ങാൻ എന്നുള്ള നിർദ്ദേശം നൽകുന്ന ബോർഡുകളൊക്കെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. പഴയ കാലത്ത് രാജഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ടതാണ് ഈ കുളം എന്ന് പറയുന്നു. അന്നത്തെ കാലത്ത് ജലസേചനത്തിന് വേണ്ടി നിർമ്മിച്ച കുളമാണിത്. ഇതിന് തൊട്ടടുത്താണ് വാഴപ്പള്ളി എന്ന ഗ്രാമം ഉള്ളത്. ഈ കാണുന്നത് ദൃശ്യങ്ങൾ പൂവക്കാട്ടുചിറയുടെയാണ്. ഈ കുളത്തിന് സമീപമൊക്കെ വഴിവിളക്കുകളും ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇത് പലതും ഇപ്പം നശിച്ച അവസ്ഥയിലാണ്. എന്നിരുന്നാൽ തന്നെ ധാരാളം ആൾക്കാർ ഇത് കാണാനായിട്ട് ഇവിടെ എത്തുന്നുണ്ട്. സമീപത്തുള്ളവരൊക്കെ വന്ന് മീൻ പിടിക്കാനും സമയം ചിലവിടാനും ഒക്കെ ഇവിടെ വരുന്നുണ്ട്. തീർച്ചയായിട്ടും ചങ്ങനാശ്ശേരിയിൽ എത്തുന്നവർക്ക് മനസ്സിന് കുളിർമ നൽകുന്ന ഒരിടമാണ് ഈ മുനിസിപ്പൽ പാർക്കും ഈ പൂവക്കാട്ടുചിറയും. ഇവിടെ സന്ദർശിച്ചതിന് ശേഷം നിങ്ങൾക്ക് ബൈപ്പാസ് വഴി പോവുകയാണെങ്കിൽ മനോഹരമായിട്ടുള്ള പല കാഴ്ചകളും കാണാനായിട്ട് സാധിക്കും. പാലാത്ര ബൈപ്പാസിൽ കൂടി വാഴൂർ റോഡിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ അവിടെ ധാരാളം വിവിധ റെസ്റ്റോറൻറ്റുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. വഴിയോര കച്ചവടക്കാരുണ്ട്. അതൊക്കെ കണ്ട് നിങ്ങൾക്ക് ഒരു വൈകുന്നേരം ചിലവിടാനായിട്ട് സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. താങ്ക് യു.